മാധ്യമങ്ങളോടുള്ള സമീപനത്തിൽ പിണറായി സർക്കാരിന്റെ കടക്കുപുറത്ത് ശൈലിയാകില്ലെന്ന അവകാശവാദവുമായാണ് UDF സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് സർക്കാർ. സന്ദർശിക്കേണ്ട വകുപ്പുകളുടെ ശുപാർശയില്ലാതെ മാധ്യമപ്രവർത്തകർക്ക് ഇനി സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനാകില്ല. സമരഗേറ്റിനും സർക്കാർ പൂട്ടിട്ടു. സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണങ്ങളിൽ UDF പറഞ്ഞത് വിഴുങ്ങിയോ? പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കാം. കാലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി വരുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. കോവിഡും പ്രളയവുമൊക്കെ കടന്നു വന്നപ്പോൾ ഇടത് സർക്കാർ ഈ നിയന്ത്രണങ്ങൾ കുറച്ച് കടുപ്പിച്ചു. ആ സമയത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF പറഞ്ഞത് തങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്നായിരുന്നു. അധികാരത്തിലേറി ആദ്യ ദിനങ്ങളിൽ ഈ ഇളവ് പ്രകടവുമായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ UDF പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ മറക്കുകയാണോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ആര് ഭരിച്ചാലും നമ്മൾ സെക്രട്ടേറിയറ്റ് നിയന്ത്രണം ആവശ്യമാണ്. എല്ലാവർക്കും പോച്ചാണ് കയറി യാതൊരു ബുദ്ധിമുട്ടല്ലേ, ഇളവ് വരുത്തുമായിരിക്കും. ആയിരിക്കും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു നിയന്ത്രണമായിരുന്നു. പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്കും ആ നിയന്ത്രണം എല്ലാം ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അവർ ആ പ്രഖ്യാപനം വ്യതിചലിച്ചുകൊണ്ട് അതേപോലെ നിയന്ത്രണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സമരഗേറ്റ് എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് സമരം വന്നപ്പോൾ അത് അടച്ചതാണ്. അത് വീണ്ടും തുറക്കും, സംശയമില്ല. അത്യാവശ്യ നിയന്ത്രണം വേണം. കാരണം ഇങ്ങനൊരു സ്ഥാപനത്തിലെന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ആർക്കും എപ്പോഴും കയറി പോകുന്നുള്ള ഒരു അതായിട്ട് പാടില്ല. പക്ഷേ അവരുടെ ഐഡന്റിറ്റി കാർഡൊക്കെ ശരിക്കും പരിശോധിച്ച് ശരിയായ നിയന്ത്രണം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംഗതി അങ്ങ് ചുമ്മാ എന്ന് കയറാക്കുമോ? അതിനകത്ത് ചുമ്മാ കയറി അതിനകത്ത് ഉണ്ടാക്കാം. അതിൻ്റെതായ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ചെയ്യാക്കത്തുള്ളൂ. ഇനി ഏത് ഗവൺമെൻറ് ആയാലും, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും, ആർക്കും ഏതൊരു സാധാരണക്കാരനും മന്ത്രിയെ കാണാനും സെക്രട്ടറിമാരെ കാണാനും കാണാനുള്ള സൗകര്യവും സന്ദർഭവും ഉണ്ടാക്കി കൊടുക്കണം. അത്യാവശ്യം നിയന്ത്രണം വേണമെന്നില്ലേ? അത്യാവശ്യം കയറ്റി കയറി വേണം, ഇന്നാളുകൾ കയറി വേണം, അത് അത്യാവശ്യമാണ്. പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ UDF പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. പൂർണ്ണമായും ഒഴിവാക്കാതെ നേരിയ തോതിൽ നിയന്ത്രണം വേണമെന്നും അവർ പറയുന്നു. ക്യാമറമാൻ ഷമീമിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.